ഗളിമീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പം അമ്മയുടെ പ്രശ്നങ്ങളും സർജറിയൊക്കെ നടക്കുകയാണ്. സിദ്ധാര മാഡം പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം കൃഷ്ണ അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു, ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അമ്മ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോഴും കൃഷ്ണയുടെ അമ്മയുടെ ഇതെന്ന് വെച്ചാൽ തൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. പക്ഷേ കൃഷ്ണ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. ഇതേ സമയത്ത് സിദ്ധാരയുടെ വീട്ടിലാണെങ്കിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നവീൻ്റെ വീട്ടുകാർ വിളിച്ചു പറയുന്നുണ്ട് ഗാഥയെ റെഡിയാക്കണമെന്ന്. അപ്പോൾ ഇതറിഞ്ഞ് ഗാഥ ഉടനെ അവിടെ കിടന്ന് പ്രശ്നമാക്കുന്നു. ഇതൊന്നും ശരിയാകത്തില്ല, അവളെ വിടാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ സിദ്ധാര പറയും അല്ല, അവൾ തന്നെ പോകണം, അതാണ് നല്ലതെന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ കൃഷ്ണയോട് എത്രയും പെട്ടെന്ന് വരാൻ പറയും. ഇത് വിളിച്ച് പറയുമ്പോൾ കൃഷ്ണയാണെങ്കിൽ അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ്. അമ്മയെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ കൃഷ്ണയ്ക്ക് വയ്യ. അപ്പോൾ കൃഷ്ണ എന്ത് ചെയ്യും, അമ്മയോട് പറയും. അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ഭക്ഷണം കഴിപ്പിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സുനന്ദ പറയും തങ്കേച്ചി അവളുടെ ഓഫീസിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം, അതിന് അവൾക്ക് പോകണം എന്ന് പറയും. അപ്പോൾ തങ്കം പറയും അതാണോ, അതിനെന്താ നീ പോയിക്കോ എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ പറയാം അതൊന്നും കുഴപ്പമില്ല, അമ്മ എന്തായാലും ഒറ്റയ്ക്ക് തന്നെയാണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും പോയിട്ട് വാ, നീ എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് എന്നെയും കാണിക്കണം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ട് പറയും ഇനി നേരെ ഈ മുഖം മാറ്റി വയ്ക്കണം, ഇനി ചിരിക്കണം, സംസാരിക്കണം, ഇതൊക്കെയാണല്ലോ വേണ്ടത് എന്ന് പറയും. അപ്പോൾ ഗോപാലനോട് പറയും ഗോപാലമാമ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഗോപാലമാമന് ബുദ്ധിമുട്ടായല്ലേ എന്ന് പറയും. അപ്പോൾ പറയും മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തായാലും തങ്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകട്ടെ എന്ന് പറയും. മോൾ അതൊന്നും ആർക്ക് വിഷമിക്കേണ്ട, നിങ്ങൾ പൊക്കോളാൻ പറയും. അങ്ങനെ നമ്മുടെ കൃഷ്ണയും സുനന്ദയും അവിടെ നിന്ന് നേരെ സിതാരയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നിർമ്മലയാണെങ്കിൽ നമ്മുടെ ഗാഥയെ എങ്ങനെ കൊല്ലാമെന്നുള്ള പുതിയ അടവുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പം അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഈ ഫോട്ടോഷൂട്ട് നടക്കാൻ പാടില്ല, അവളെ എന്തായാലും കൊല്ലണം, അതിനുള്ള വഴികൾ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ അവരത് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഫോട്ടോഷൂട്ടും എടുക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നു. പിന്നീട് നമ്മുടെ കൃഷ്ണ അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് നേരെ ഒരു പാർക്ക് പോലെയുള്ള ഏതൊരു സ്ഥലത്താണ് ചെല്ലുന്നത്. കൂടെ സിനിയുണ്ട്. അങ്ങനെ നല്ല അടിപൊളി സ്റ്റൈലായി ഒരു റെഡ് ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം നമ്മുടെ നവീനാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ടീഷർട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അപ്പുറത്ത് നടന്നു വരുന്നു. ഈ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ നവീൻ ഈ ഗ്ലാസ് പതുക്കെ ഇങ്ങനെ താഴ്ത്തു. അപ്പം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ചിരിച്ച് അടിപൊളിയായിട്ടാണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ നവീൻ വന്നിട്ട് പറയും ഗാഥ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണയ്ക്ക് ആകെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും ചെയ്യുന്ന തെറ്റാണെന്ന് അറിയാമല്ലോ. പിന്നീട് കൃഷ്ണ എന്തോ വീഴും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.